Hi students, today we are discussing about storage devices. നമുക്കറിയാം സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ അല്ലേ. അതിനു മുന്നേ നമ്മൾ എങ്ങനെയാണ് ഡാറ്റയെ മെഷർ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എങ്കിലും നമുക്ക് എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് ഈ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി നമുക്കറിയാം കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് ബൈറ്റിലൊക്കെയാണ് അല്ലേ. ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1, ഇതിലേതെങ്കിലും ഒന്നാണ് ഒരു ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ 0, 1 ഉദ്ദേശിക്കുന്നത് 1 എന്നുള്ളത് വോൾട്ടേജ് ഉള്ള അവസ്ഥയും അതുപോലെ തന്നെ 0 എന്നുള്ളത് വോൾട്ടേജ് ഇല്ലാത്തൊരവസ്ഥയും, അല്ലെങ്കിൽ 1 എന്ന് പറയുമ്പോൾ ഓൺ ആവും, 0 എന്ന് പറയുമ്പോൾ ഓഫ് ആവും. ഈ ഒരു സ്റ്റാറ്റസിനെയാണ് ശരിക്കും ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ കേസിൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റുകളാണ്. ഓക്കെ, അങ്ങനെ 8 ബിറ്റുകൾ അല്ലെങ്കിൽ 8 ബിറ്റാണ് എന്തൊരു 1 ബൈറ്റ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇത് എന്തിന് കോമ്പിനേഷൻ ആവാട്ടോ, 8 zeros ആവാം, 8 ones ആവാം, 4 1 4 0 ആവാം, 3 0 5 1, അങ്ങനെ ഏത് കോമ്പിനേഷനിലും ആയിക്കോട്ടെ. ഇങ്ങനെ 8 ബിറ്റുകൾ കൂടി ചേരുന്നതാണെന്ത് ശരിക്കും നമ്മളൊരു 1 ബൈറ്റ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ യൂണിറ്റ്സ് മെഷർ പ്രൊസസ്സർ ആൻഡ് മെമ്മറി സ്പീഡ്. പ്രൊസസ്സറിൻ്റെയും മെമ്മറിയുടെ സ്പീഡൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലി സെക്കൻഡിൽ, മൈക്രോ സെക്കൻഡിൽ, നാനോ സെക്കൻഡിലൊക്കെയാണ്. അതെന്താണെന്ന് പറയുക, മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്, നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻9 ആണ്. ഇതിലൊക്കെയാണ് സാധാരണ നമ്മുടെ പ്രൊസസ്സറിൻ്റെ അല്ലെങ്കിൽ മെമ്മറിയുടെ സ്പീഡൊക്കെ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എത്ര സ്പീഡിൽ ആക്സസ് ചെയ്യുന്നത്, പ്രൊസസ്സർ എത്ര സ്പീഡിലാണ് ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലാണ്, സെക്കൻഡുകളിലാണ്. മില്ലിയോ അല്ലെങ്കിൽ മൈക്രോ നാനോ സെക്കൻഡുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡ് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2 മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു, അതുപോലെ തന്നെ സ്പീഡും പറഞ്ഞു അല്ലേ. ഇനി യൂണിറ്റുകൾ അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു 8 ബിറ്റുകളാണ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 1024 ബൈറ്റ്സ് ആണ് ഒരു കിലോ ബൈറ്റ്. ഈ ബൈറ്റ്സുകൾ നമുക്കറിയാം ബൈറ്റ് എന്നുള്ളത് 2ൻ്റെ കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻10 ആണ്. മനസ്സിലായോ? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 2⁻3 ആണ്. അപ്പോൾ 2⁻3 എന്ന് പറഞ്ഞാൽ 8 കിട്ടും നമുക്ക്. ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്. മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും 1024 കിലോ ബൈറ്റ് ആണ്, അതായത് 10⁻20 ആണ്. ഓക്കെ, ഇനി അടുത്ത് ഗിഗാബൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 1024 മെഗാബൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ 2⁻30 ആണ് അല്ലേ. Then a complete set of encyclopedia requires about 700 MB of storage. ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ടെക്സ്റ്റുകൾ സ്റ്റോർ ചെയ്യാൻ കുറഞ്ഞ സൈസ് മാത്രം മതി. നമുക്കൊരു ലൈബ്രറി മൊത്തമുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 700 MB ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ടെക്സ്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇമേജുകളോ വീഡിയോ ഒന്നുമല്ല ഉദ്ദേശിച്ചത്, ടെക്സ്റ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ടെറാബൈറ്റ് ആണ്. ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ഗിഗാബൈറ്റ് ആണ് ടെറാബൈറ്റ്. 1024 ഗിഗാബൈറ്റ് GB ആണ് ഒരു ടെറാബൈറ്റ്, അത് 2⁻40 ആണ് അല്ലേ. ഇനി എന്താണ് സ്റ്റോറേജ് ഡിവൈസ് അല്ലേ, ഹൗ ഇറ്റ് സേവ് ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ്. ഡാറ്റകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസുകൾ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഡിവൈസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് ഇൻറ്റേർണൽ അല്ലേ. ഹാർഡ് ഡിസ്കുകൾ 2 തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഒന്ന് ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, മറ്റൊന്ന് എക്സ്റ്റേർണൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിനകത്ത് സെറ്റ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക്. അത് എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഈ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും. അതിനകത്താണ് നമ്മളെ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാമുകളും സോഫ്റ്റ്വെയറുകളും എല്ലാം നമ്മൾ അതിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക.
അല്ലേ? ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഹയർ കപ്പാസിറ്റി ഡ്രൈവ് which also stores the operating system which run when you power on the computer. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായി വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വിൻഡോസോ ലിനക്സോ ഇതിൽ ഓപ്പൺ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റു പ്രോഗ്രാംസുകളും ആപ്ലിക്കേഷനുകളും ഡാറ്റകളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാമുകളൊക്കെ എല്ലാം എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്താണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഹാർഡ് ഡിസ്കിനകത്താണ്. മറ്റൊരു സ്റ്റോറേജ് ഡിവൈസാണ് ഫ്ലോപ്പി, അല്ലേ? ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് അലോ യു ടു സേവ് വർക്ക് ഓർ സ്മോൾ ഡിസ്ക് ആൻഡ് ടേക്ക് ദി ഡാറ്റ വിത്ത് യു. അതായത് വളരെ കുറഞ്ഞ ഡാറ്റകൾ മാത്രമാണ് നമ്മുടെ ഫ്ലോപ്പിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അറൗണ്ട് 1.44 MB മാത്രമേ നമുക്കൊരു ഫ്ലോപ്പി ഡിസ്കിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ നോക്കാം നമുക്ക്, അല്ലേ? അതിൻ്റെ സ്പീഡ് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റാണ്. ദ സ്പീഡ് ഓഫ് എ ഹാർഡ് ഡിസ്ക് ഈസ് ഓഫൺ കോട്ടഡ് ആസ് എ ആവറേജ് ആസ് എ ടൈം സ്പീഡ് മെഷർഡ് ഇൻ ദി മില്ലി സെക്കൻഡ്. ദ സ്മോളർ ദിസ് നമ്പർ ഓഫ് ഫാസ്റ്റർ ദി ഡിസ്ക്. വളരെ സ്പീഡ് കൂടിയിട്ടുള്ളൊരു എന്താ പറയുക ഡിവൈസാണ് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്. അതിൻ്റെ കപ്പാസിറ്റി ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കപ്പാസിറ്റിയിൽ ഹാർഡ് ഡിസ്കിൽ അവൈലബിൾ ആണ്. അറൗണ്ട് നമുക്ക് മാക്സിമം ഒരു 80 TB വരെയുള്ള ഹാർഡ് ടുസ്കുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിലൊക്കെ 1 TB 2 TB ഹാർഡ് ഡിസ്കുകളായിരിക്കും ഉണ്ടാവും. അതിലും സ്പീഡ് കൂടിയിട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഹാർഡ് ഡിസ്കുകളും അവൈലബിൾ ആണ് കേട്ടോ. ഇനി കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കോസ്റ്റ് പൊതുവെ കുറവാണ്. കമ്പയർ ടു ദി അതർ മെമ്മറീസ് കോസ്റ്റ് വളരെ കുറവാണ് ഹാർഡ് ഡിസ്കുകൾക്ക്. ഇനി മറ്റേ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫ്ലോപ്പി ഡിസ്ക്, അല്ലേ? ഫ്ലോപ്പി വളരെ സ്ലോയിൽ വർക്ക് ചെയ്യുന്ന എന്താ പറയുക ഒരു മെമ്മറി ഡിവൈസാണ്, സ്റ്റോറേജ് ഡിവൈസാണ് നമ്മുടെ ഫ്ലോപ്പി. വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 1.44 MB മാത്രമേ ഈ ഫ്ലോപ്പിക്കകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. വളരെ ചീപ്പാണ്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത് നമ്മളാരും സാധാരണ ഫ്ലോപ്പി ഉപയോഗിക്കാറില്ല. കാരണം ഇതിനകത്ത് ഡാറ്റ 1.44 MB മാത്രമേ മെഗാബൈറ്റിൽ മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് വരെ ഒരു സോങ് ഒക്കെ നമുക്ക് 4-5 MB ഉണ്ടാവും. അതുവരെ നമുക്കൊരു ഫ്ലോപ്പിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 30 years ബാക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫ്ലോപ്പികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറികൾ. മനസ്സിലായോ? അന്നത്തെ കാലത്ത് ഇത് വലിയതായിരുന്നു. പക്ഷേ ഇന്ന് എന്താ പറയുക ടെറാബൈറ്റുകളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലോപ്പികളൊക്കെ ഇന്ന് ഔട്ടായിട്ട്. ഓക്കെ, അടുത്തത് CD-ROM, മറ്റൊരു സ്റ്റോറേജ് ഡിവൈസാണ് CD-ROM, അല്ലേ? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് CD ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോവറാണ്, ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ചിട്ട് വളരെ സ്ലോവറാണ്. ഒരു CD-ക്കകത്ത് മാക്സിമം കപ്പാസിറ്റി എന്നാൽ 700 MB ആണ്, 700 മെഗാബൈറ്റാണ് ഒരു CD-ക്കകത്ത് കപ്പാസിറ്റി. കമ്പയർ ടു ദി അതർ സ്റ്റോറേജ് ഡിവൈസ് വെരി എന്താ പറയുക ചീപ്പാണ്. അതുപോലെ തന്നെ സൈസും വളരെ കുറവാണ്, സ്ലോവറാണ്. CD നമുക്ക് പരിചയമുള്ളതാണ്. ഇതിന് മാക്സിമം കപ്പാസിറ്റി നമ്മൾ ഓർമ്മിച്ച് വെക്കുക 700 മെഗാബൈറ്റ്. അടുത്തതാണ് DVD ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് CD-നെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി എന്താ പറയുക ഡാറ്റ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ഡിവൈസാണ്. ഫാസ്റ്ററാണ്, CD അപേക്ഷിച്ചിട്ട് ഫാസ്റ്ററാണ്. പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റിയും CD അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ് ടു 7 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇവിടെ DVD-യിലത്ത്. മനസ്സിലായോ? കോസ്റ്റ് CD അപേക്ഷിച്ചിട്ട് ജസ്റ്റ് കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ. നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന DVD-കൾ 4.7 GB DVD-കളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതിലും കൂടുതലായിട്ടുള്ള 8 GB DVD-യും അതുപോലെ തന്നെ അറൗണ്ട് 70 GB DVD-കളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലേ? വളരെ ചീപ്പാണ്, പൊതുവെ DVD-കളും വളരെ ചീപ്പാണ്. അടുത്ത സ്റ്റോറേജ് ഡിവൈസാണ് ബ്ലൂറേ ടെക്നോളജി.
ബ്ലൂറേ ടെക്നോളജി ചെയ്യുന്നത് അതിനകത്ത് ലേസറാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഡി വി ഡിക്കകത്ത് തന്നെയാണ് ഈ ബ്ലൂ വയലറ്റ് ലേസർ എന്താണ് ലേസറുകളാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റ റീഡ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബ്ലൂറേ ഡിസ്കിനകത്ത് കൂടുതൽ ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡാറ്റ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അറൗണ്ട് 25-40 അറൗണ്ട് ഗിഗാബൈറ്റ്സുകളൊക്കെ അറൗണ്ട് 50 ഗിഗാബൈറ്റ്സ് വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്രമാത്രം ഡാറ്റ നമുക്ക് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിസ്ക്കാണ് ബ്ലൂറേ ഡിസ്ക്. മറ്റൊരു സ്റ്റോറേജ് ഡിവൈസാണ് ടേപ്പ്. ടേപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, വീട്ടുകളിലൊക്കെ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ഒരു കാസറ്റ് ഉണ്ടാവും, അതിനകത്ത് റിബൺ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അത് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനകത്തുള്ള മ്യൂസിക്കുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സൗണ്ടുകൾ നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. ആ ഒരു ടെക്നോളജി തന്നെയാണ് ശരിക്കും ഇവിടെ ടേപ്പിൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിനകത്തും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടേപ്പ്. ടാപ്പിൽ നമുക്ക് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു 100 ടെറാബൈറ്റ്സ് വരെ കപ്പാസിറ്റിയുടെ ടാപ്പുകളും അവൈലബിൾ ആണ്. കൂടുതൽ ഡാറ്റകൾ ബൾക്കായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടാപ്പ്. വലിയ കമ്പനികളിലൊക്കെ അവരുടെ ഡാറ്റകൾ മൊത്തം എടുത്തു വെക്കാനൊക്കെ ടേപ്പുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഹാർഡ് ഡിസ്കുകൾ തന്നെയാണ്. ഹാർഡ് ഡിസ്ക് കൂടുതൽ സൈസുള്ള ഹാർഡ് ഡിസ്കുകൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ടാപ്പിന് പൊതുവെ ചീപ്പായിരുന്നു ടാപ്പ്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് കിട്ടുമെന്ന് ഹാർഡ് ഡിസ്കുകളും ഹൈ കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്കിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് ആളുകൾ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലാണ് കൂടുതലും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്തത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മെമ്മറി സ്റ്റോറേജ് ഡിവൈസാണ് ഫ്ലാഷ് മെമ്മറി. നമ്മൾ മൊബൈലിലാവട്ടെ, നമ്മുടെ ഡിജിറ്റൽ ക്യാമറകളിലാവട്ടെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും നമ്മൾ പെൻ ഡ്രൈവ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലാഷ് ഡ്രൈവുകൾ USB-യുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. ഇത് റാം ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റോം ആയിട്ടുണ്ട്. അതായത് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ഉണ്ട്, റീഡ് ഓൺലി മെമ്മറി ഉണ്ട്. ചിലതിൽ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ചിലർക്ക് റീഡ് ആൻഡ് റൈറ്റ് പറ്റാറുണ്ട്. ഇത് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് GB-കളിൽ അവൈലബിൾ ആണ്. 10 GB അല്ലെങ്കിൽ 8 GB, 16 GB. സാധാരണ 8ൻ്റെ കോമ്പിനേഷനിലുള്ളതായിരിക്കും ഉണ്ടാവും കേട്ടോ. 2 GB ഉണ്ടാവും, 4 ഉണ്ടാവും, പിന്നെ ഒക്കെ 8, 16, 32, 64, 128 ആ രൂപത്തിലുള്ള പെൻ ഡ്രൈവുകൾ അതുപോലെ തന്നെ മെമ്മറികൾ അവൈലബിൾ ആണ്. സാധാരണ നമ്മുടെ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണിത്. ഈ ഫ്ലാഷ് മെമ്മറി നമ്മൾ മൊബൈലിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, മെമ്മറി കാർഡ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഡിജിറ്റൽ ക്യാമറകളിൽ നമ്മളിതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് അല്ലേ, കുറച്ചുകൂടി ഫാസ്റ്റാണ്. ലോങ് ടൈം അപ്ഡേറ്റബിൾ സ്റ്റോറേജ് ആണ് ശരിക്കും നമ്മുടെ ഫ്ലാഷ് മെമ്മറി. കൂടുതൽ കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെൻ ഡ്രൈവിൽ നിന്ന് കോപ്പി ചെയ്യാനും വീണ്ടും അത് റിമൂവ് ചെയ്യാനും വീണ്ടും കോപ്പി ചെയ്യാനും ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് തവണ ഡാറ്റ കോപ്പി ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. പക്ഷേ നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള റോമിലൊക്കെ ഒറ്റ ടൈമിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു തവണ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. DVD ആണെങ്കിലും അങ്ങനെ തന്നെ ഒറ്റ തവണ മാത്രമേ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഡിസ്കുകൾ CD ആണെങ്കിലും DVD ആണെങ്കിലും ചില ഡിസ്കുകൾ അവൈലബിൾ ആണ്, റീറൈറ്റബിൾ ആയിട്ട് നമുക്ക് വീണ്ടും റൈറ്റ് ചെയ്തിൽ വീണ്ടും നമുക്ക് എഴുതാൻ പറ്റുന്ന ഡിസ്കുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നമുക്ക് ഈ ഫ്ലാഷ് മെമ്മറി ഉപയോഗിക്കുന്ന അത്ര സ്മൂത്ത് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്ലാഷ് മെമ്മറി നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അതിലേക്ക് റൈറ്റ് ചെയ്യാനും ഡാറ്റ റീഡ് ചെയ്യാനും പറ്റും. എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സാധാരണ നമ്മൾ ഫ്ലാഷ് മെമ്മറി അതിനെ ഉപയോഗിക്കില്ല പെൻ ഡ്രൈവിൽ ഡാറ്റ കോപ്പി ചെയ്യുന്നു, മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു, വീണ്ടും അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡാറ്റകൾ നമുക്ക് ലോങ് ടേമിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. മറ്റൊരു മെമ്മറിയാണ് സ്മാർട്ട് കാർഡ് സ്മാർട്ട് കാർഡ്. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ സ്മാർട്ട് കാർഡുകൾ ഉണ്ടാവാറല്ലേ.
ഇപ്പോൾ ATM കാർഡ് ബെസ്റ്റ് എക്സാമ്പിളാണ്. ATM കാർഡ് അതിനകത്തൊരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പിനകത്ത് ഡാറ്റകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആ ചിപ്പ് നമ്മൾ ATM കാർഡ് നമ്മൾ ATMൽ ഇൻസേർട്ട് ചെയ്യുന്നതോടുകൂടി ആ ചിപ്പിലുള്ള ഡാറ്റ ATM മെഷീൻ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തുള്ള ഇൻഫർമേഷനും നമ്മളെ കൊടുക്കുന്ന ഐഡികളും മീൻസ് പാസ്വേഡോ അല്ലെങ്കിൽ എന്താ പറയുക പിന്നോ ഒക്കെ ടൈപ്പ് ചെയ്യുന്നു. അത് മുഖേന ആ ചിപ്പിലുള്ള ഇൻഫർമേഷനുമായി കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്യാഷ് വിഡ്രോവലും അല്ലെങ്കിൽ ട്രാൻസാക്ഷനും പോസിബിൾ ആകുന്നത്. അപ്പോൾ മറ്റൊരു ടൈപ്പിലുള്ള മെമ്മറിയാണ് എന്ത് ശരിക്കും നമ്മുടെ സ്മാർട്ട് കാർഡ്സ്. ഇത്രയും മെമ്മറികളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.